ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് ഉപ്പുമാവ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കാണാം. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത്: ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ്, ചെറിയൊരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഇടത്തരം സവാള 2 എണ്ണം പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക്, 6 പീസ് ബ്രെഡ്, 3 കോഴിമുട്ട. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അത്ര ഒഴിക്കുന്നില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്തത്. നമ്മൾ അവലൊക്കെ വരട്ടുമ്പോൾ ചേർക്കുന്ന ഈ പൊട്ടുകടല ചെറുതായിട്ടൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട, പച്ചമണം പോകുന്നവരെ വഴറ്റിയാൽ മതി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് വഴറ്റുമ്പോൾ നല്ലൊരു മണം കിട്ടും. 2 പച്ചമുളക് 2 പിളർത്തിയും കൂടി ചേർക്കാം. ക്യാരറ്റ് കനം കുറച്ച് വളരെ പൊടിയായിട്ട് അരിഞ്ഞത്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തോളും. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി കോഴിമുട്ട ഉടച്ചൊഴിക്കാം. വലിയ മുട്ടയായതുകൊണ്ട് 3 എണ്ണം എടുത്ത്, ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇപ്പോൾ ചേർത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ആദ്യമേ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. അതുപോലെ നമ്മൾ അല്ലാത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ വേവിച്ച് വെച്ച ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. മുട്ട നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് ബ്രെഡ് പൊടിച്ച് ചേർക്കാവില്ലെങ്കിൽ ആ മുട്ടയുടെ പച്ചമണം വരുവേ. ചേർത്തിട്ടുള്ള മുട്ടയും വെജിറ്റബിളും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്രെഡ് നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങ് പൊടിച്ച് ചേർക്കാം. നല്ല സോഫ്റ്റ് ബ്രെഡായത്. പൊടിച്ച ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ചേരുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. 3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. വീണ്ടും ഇതിൽ ആവിയേറ്റി കഴിയുമ്പോൾ ഇനിയും സോഫ്റ്റ് ആവും. എരി കുറച്ചും കൂടെ വേണമെങ്കിൽ 2 പച്ചമുളകും കൂടെ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിയിലയുടെ ബാക്കി കുറച്ചിരിപ്പുണ്ട്, ഒരു പച്ചമുളകും അതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഉപ്പുമാവ് കഴിക്കുന്നതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവാണ്. ചൂടോടെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്